ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ സമോസയാണ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ചിക്കൻ സമോസയുടെ റെസിപ്പി. അതുപോലെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പൊരിക്കടിയും കൂടെയാണ് ചിക്കൻ സമോസ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സമൂസയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് ചിക്കനാണ്. എല്ലില്ലാത്ത ചിക്കൻ എടുക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. എനിക്ക് കിട്ടിയതിൽ കുറച്ചൊക്കെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്കത് പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഞാനിവിടെ എടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സമൂസയുടെ ഷീറ്റാണ്. ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സമൂസ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഷീറ്റിൽ മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഒരു പശ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് ലൂസാക്കി എടുക്കുക. അധികം ലൂസാക്കി എടുക്കരുത്. ഏകദേശം ഈ ഒരു പരുവത്തിൽ ടൈറ്റായിട്ട് മൈദയുടെ പശ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫില്ലിങ്ങിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ 6 വലിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ എല്ലതും അരിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 6-7 എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിനു വേണ്ടി ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ 3 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ചെറുതാക്കി പിച്ചിയിട്ട് മാറ്റി വെക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് പിച്ചിയെടുത്താൽ തന്നെ മതി. സമൂസ കഴിക്കുന്ന സമയത്ത് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ ചിക്കൻ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തതിനി ഫില്ലിങ്ങിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് മതി. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ മാത്രമാണ്. അധികം ആയാലും സമൂസയുടെ ഉള്ളിലൂടെ പൊരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ ഉൾഭാഗത്തു നിന്ന് എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ. അതുകൊണ്ട് ഉള്ളി വാടാനുള്ള കുറച്ച് ഓയിൽ മാത്രം മതി. ഈ സവാളയൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. രണ്ടും കൂടെ മിക്സ് ആവുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. സവാള ഇപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ആദ്യം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവിൻ്റെ പാകം നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് പിച്ചിയിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സിമ്മിലുള്ള ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കാം.
അങ്ങനെ നമ്മുടെ സമൂസ ഉണ്ടാക്കാനുള്ള ഷീറ്റൊക്കെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ സമൂസയുടെ കൂട്ടൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് തണുത്തിട്ടുമുണ്ട്. സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള മൈദയുടെ പശയും ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റിലേക്ക് കൂട്ടൊക്കെ നിറച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു സമൂസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ കോണാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ മൈദയുടെ പശ തേച്ച് നേരെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗത്തെ ഷീറ്റ് അതിൻ്റെ മുകളിലൂടെ ചുറ്റിയിട്ട് പശ തേച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം. ഫോൺ ഞാൻ കയ്യിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഷീറ്റ് മടക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ. ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ സമൂസയും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. 25 സമൂസയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ സമൂസയൊക്കെ പൊരിച്ചെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നിറച്ചു വെച്ചിട്ടുള്ള സമൂസ പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമൂസ പെട്ടെന്നൊന്നും അങ്ങനെ ആ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് പോലല്ലോ. വീട്ടിലുണ്ടാക്കുമ്പോൾ ചൂടാറി കഴിഞ്ഞാൽ സമൂസയുടെ നെരിച്ചിലേക്ക് വേഗം തന്നെ അങ്ങ് പോകും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കുറേ നേരത്തെ അതേ നെരിച്ചിൽ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാനുള്ളൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ആദ്യം എണ്ണ ചൂടായതിന് ശേഷം സിമ്മിലിട്ടിട്ട് സമൂസ വേവിച്ചെടുക്കുക. എന്നിട്ട് ഏകദേശം സമൂസ എടുക്കാനാവുന്ന ആ ഒരു ടൈമിൽ ഒന്ന് ഫ്ലെയിം സ്പീഡ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ തിരിച്ചു മറിച്ചും ഇട്ടിട്ട് കോരിയെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ സമൂസയും പൊരിച്ചെടുക്കാം. ഇതുപോലെ സമൂസ പൊരിച്ചെടുത്താൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ക്രിസ്പി ആയിട്ട് തന്നെ കുറേ നേരം നമ്മൾ വീട്ടിലുണ്ടാക്കിയ സമൂസയും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ സമൂസ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ ശരിക്കും നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ സമൂസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ നോമ്പ് തുറക്ക് ഈ രീതിയിലൊന്ന് സമൂസ ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു സമൂസ. ഈ ഒരു ചിക്കൻ സമൂസയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ എല്ലാവർക്കും മറക്കാതെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.